ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് യോഗം കോഴിക്കോട് തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെയും ദേശീയ നേതാക്കളുടെയും യോഗം ചേരും. പി.വി. കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കുട്ടൻ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം? കുട്ടൻ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളത്? ഇന്ന് രാവിലെ മുതൽ തന്നെ ബി.ജെ.പിയുടെ ദേശീയ കൗൺസിലിന് മുന്നോടിയായുള്ള നേതാക്കളുടെ യോഗം ആരംഭിച്ചിരുന്നു. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ദേശീയ നേതാക്കളുടെ യോഗം നടന്നത്. മറ്റന്നാൾ നടക്കുന്ന ജനറൽ കൗൺസിലിനകത്ത് അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങളുടെ കരട് രൂപം തയ്യാറാക്കാനാണ് ഈ യോഗം നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും യോഗം നടക്കും. ഈ യോഗം ഉച്ച മുതൽ നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കും. നാളെ ഉച്ചയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടേക്കെത്തും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം മറ്റന്നാൾ രാവിലെ മുതലാണ് നഗരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 1700ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദേശീയ കൗൺസിൽ യോഗം നടക്കുന്നത്. ഈ യോഗത്തിനകത്ത് രാഷ്ട്രീയ പ്രമേയവും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യ വിദേശകാര്യ പ്രമേയങ്ങൾ എന്നിങ്ങനെ 3 തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കാനാണ് സാധ്യത. ഇത് 3 ഒന്നിച്ചാണോ അല്ലെങ്കിൽ വെവ്വേറെയാണോ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെയും ബി.ജെ.പി. നേതൃത്വത്തിനകത്ത് ധാരണയായിട്ടില്ല. കാശ്മീർ വിഷയം, ഉറിയിലെ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ സംവരണം എടുത്തു മാറ്റി സംവരണത്തിന് മറ്റൊരു മുഖം നൽകുന്നതിന് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ പ്രമേയത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.